നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായൺ സ്വാമി രാമനാഥൻ. NRSTR സ്കൂൾ ഓഫ് വിസ്ഡം ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇംഗ്ലീഷിലാണ് നീണ്ട ഓഡിയോ ആയിരുന്നു. അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൻ്റെ N. ശ്രീറാം എന്ന് പറയുന്ന തിയോസഫിയിൽ 20 വർഷം പ്രസിഡൻ്റായിരുന്ന വേർഷനും പിന്നെ അരുൺഡെയിലിൻ്റെ വേർഷൻ കംപ്ലീറ്റ് ആയില്ല. എന്നാലും അത് 2 മണിക്കൂർ 1.5 മണിക്കൂറോളം ഉണ്ട്. അപ്പം ഇതിൽ കമൻറ്റ് വന്നത് മലയാളത്തിൽ ഒന്ന് ചെയ്യാമോ എന്നൊരു കമൻറ്റ് വന്നു. അത് ഓൾറെഡി അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്ററിൽ നമ്മൾ മലയാളം ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷും ചെയ്തിട്ടുണ്ട്, ചെറിയ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ ബുക്ക് അരുൺഡെയിൽ പറയുന്ന കണക്ക് എൻ്റെ മേശപ്പുറത്തും ഞാൻ കൊണ്ട് നടക്കുകയും എല്ലാവർക്കും ഫ്രീ ആയിട്ടിത് കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതായിരുന്നു അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്റർ. അത് ഇനിയുണ്ട്. അപ്പം എന്തായാലും ഞാൻ മലയാളത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഓഡിയോ. അപ്പം നമ്മൾ ഈ പല ടോപ്പിക്കുകൾ ഇതിനകത്ത് ആലോചിച്ച് കൂട്ടി ചെയ്ത ടോപ്പിക്കുകളല്ല. അതാത് സമയത്ത് വരുന്ന ചില തോട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് വിഷയം ഇടുന്നത്. നമ്മൾ പുറത്തു പോയി സംസാരിക്കുമ്പോൾ അവരൊരു ടോപ്പിക്ക് തരും, നമ്മളത് പ്രിപ്പയർ ചെയ്ത് പറയുന്നത്. ഇതിലൊരു സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ടൈം ലിമിറ്റ് ഇല്ല, നമുക്ക് കാര്യങ്ങൾ പറയാനും പറ്റും. അപ്പം ഇതിൽ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ചാനലിൽ സിദ്ധികളെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ പവേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അത് അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്ററിലും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാനൊന്ന് ഡെപ്തിലൊന്ന് റിസർച്ച് നടത്തി, അല്ലെങ്കിൽ ആ മേഖലയിൽ നിൽക്കുന്ന പലരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയും നേരിട്ട് കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്ററിലും അത് പറയുന്നുണ്ട്. ഇതിൻ്റെ പുറകെ നടന്ന് നമ്മൾ ഇത് ആർജിക്കാൻ പാടില്ലെന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ ഇതിൽ ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പം ഈ സ്പിരിച്വാലിറ്റിയിൽ കടക്കുമ്പം നമുക്ക് ചിലതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിലത് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറയുന്ന നമുക്ക് ഈ സിദ്ധികളെന്ന് പറയുന്ന സാധനം ഈ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരാൾ അയാളുടെ ഇന്ദ്രിയങ്ങൾ സെൻസസിലൂടെയാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. സിദ്ധികളെന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായി സെൻസ് ചെയ്യാൻ പറ്റും, ഇത്രയേ ഉള്ളൂ. അപ്പം സിദ്ധി ഒരു വലിയ കുഴപ്പം പിടിച്ച കാര്യമാണ്, അല്ലെങ്കിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവൻ പഠിക്കണ്ട എന്ന് പറയുന്ന കണക്കേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഇഷ്ടം പോലെ അസറ്റുണ്ട്, വലിയ മുതലാളിയാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ് പൈസ വലിയ ഇതാണ്, പൈസയുടെ പുറകെ പോരുത് എന്ന് ഞാൻ പറയുന്ന പോലെ ഉള്ളൂ ആത്മീയതയിൽ സിദ്ധി എന്ന് പറയുന്നത്. ആ സാധനം പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഇതായിട്ടുള്ള എന്താണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഇതായിട്ടുള്ള കാര്യങ്ങൾ? ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമുക്കെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പം അമേരിക്കയിലിരിക്കുന്ന ഒരാളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ ഫിസിക്കൽ ബോഡി പ്രത്യക്ഷപ്പെടുത്താൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളും സാധ്യമാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഇതോ നമ്മുടെ കാഴ്ച കൊണ്ട് അതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. ഇതെല്ലാം ഇവിടെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പുസ്തകം എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി യോഗിയാണ്. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. ആ പുസ്തകം സ്പിരിച്വാലിറ്റിയിലെ ബൈബിളാണ്. എന്ന് പറഞ്ഞാൽ അതൊരു ജീവിച്ചിരിക്കുന്ന ഒരാൾ എഴുതിയതാണ്. നമ്മളിപ്പോൾ ജീസസ് ക്രൈസ്റ്റും അള്ളാഹുവും കൃഷ്ണനും ഒക്കെ പറഞ്ഞാൽ ഉടനെ അവിടെ തർക്കം വരും. എന്താ പറയുക, ഇവരുണ്ടെന്ന് എന്താ തെളിവ്? അതൊക്കെ നേരത്തെ പറഞ്ഞ കണക്കാണ്. പൈസയുള്ള മുതലാളി അല്ലെങ്കിൽ രാജാവ് പറയുന്നത് പൈസ വലിയ കുഴപ്പമാണെന്ന് പറയുന്ന കണക്കേ ഉള്ളൂ. ഇതെല്ലാം മനുഷ്യനെ പറ്റിക്കാനുള്ള പരിപാടിയാണ്.
എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അറിവ് നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്യേണ്ടതാണ്. എനിക്കെന്ത് വേണം എന്ന് ഞാൻ തീരുമാനിക്കുകയും ആ സാധനം കൃത്യമായി നമ്മളിലേക്ക് വരും. ഇത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ വേറെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും, പലതും പറയും. സത്യത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. സയൻസ് പറയുന്നതും സ്പിരിച്വാലിറ്റി പറയുന്നതും തമ്മിൽ ബേസിക് ഫൗണ്ടേഷൻ ഒന്നാണ്. പക്ഷേ അതിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ എന്താണ് പറയുന്നത്, ദൈവവിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം അല്ലെങ്കിൽ മന്ത്രം, പൂജ, ഇങ്ങനെയുള്ള പല വാക്കുകളും. കാര്യം ഇതൊന്നും നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കാനോ ഇതൊന്നും ഒരു സ്കൂളിൽ പഠിപ്പിക്കാനോ, ഇനി അതല്ല എന്തെങ്കിലും ഒരു പുസ്തകം വാങ്ങിച്ചാൽ ഇതിനകത്ത് വല്ലതും വ്യക്തമായിട്ട് പറയുമോ? പറയത്തില്ല. പറയാത്തതല്ല, നമുക്കത് സെൻസ് ചെയ്യാനുള്ള ബേസിക് ഫൗണ്ടേഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എനിക്ക് സംസാരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ അവിടെ ചെയ്യേണ്ടത്? ഞാൻ ഹിന്ദി പഠിച്ച ഒരാളാണ്. സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും ഒക്കെ വലിയ മാർക്ക് വാങ്ങിച്ച ആളാണ്. പക്ഷേ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിഞ്ഞൂടാ എന്ന് പറയുന്ന കണക്കാണ്. നമ്മൾ ഈ സാധനം നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ അതിനകത്ത് ശ്രീവിദ്യ ഉപാസന, ശ്രീചക്രയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു താന്ത്രിക് മന്ത്രവിദ്യ. അതിലെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ദീക്ഷ എടുക്കാതെ, ഒരു ഗുരുവിൻ്റെ ദീക്ഷ എടുക്കാതെ അത് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ പുരോഗമന ആൾക്കാരല്ലേ, അപ്പം നമ്മൾ എന്തിനാണ് ഗുരു? അത് നമുക്കങ്ങ് നേരിട്ട് പഠിച്ചാൽ പോരെ. അങ്ങനെ ചെയ്താൽ 8ൻ്റെ പണി കിട്ടും, സംശയമേ വേണ്ട കാര്യത്തിൽ. അപ്പോൾ ഇതിൽ ചില നിയമങ്ങളുണ്ട്. അത് നമ്മൾ റോഡിൽ കൂടെ ചെല്ലുന്നു, നമ്മൾ നടന്നു പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നടന്നു പോയാൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ നടന്നു പോയാൽ അത്രയും നല്ലത്. നമ്മുടെ സൗകര്യത്തിനാണ് നടന്നു പോകുന്നത്. ഏതാ സൈഡിൽ വാക്കിംഗ് ട്രാക്ക് ഇല്ലാത്ത സ്ഥലത്താണ്. അപ്പോൾ സേഫർ സൈഡ് എന്താ? ഓപ്പോസിറ്റ് സൈഡ് വണ്ടി വരുന്ന ഭാഗത്തൂടെ നമ്മൾ നടന്നു പോയാൽ സേഫാണ്. ഇത് പുറകിൽ നിന്ന് വണ്ടി വരുന്ന സൈഡിൽ കൂടെ നമ്മൾ നടന്നാൽ, ലെഫ്റ്റിൽ കൂടെ നടന്നാൽ. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് യാതൊരു ധാരണയില്ല, ഒരു ധാരണയും ഇല്ല. അപ്പം ഞാൻ പറയാൻ വരുന്നത്, ഈ സിദ്ധികളെന്ന് പറയുന്ന സാധനം ഭയപ്പെടേണ്ടതല്ല. അതിന് എങ്ങനെയാണിത് ഓരോന്നും? ഇത് പ്രാക്ടീസ് ചെയ്യണം. സാധനയുണ്ട്. ഞാൻ നേരത്തെ പറയുന്ന കണക്ക് മേശപ്പുറത്തുള്ളൊരു സാധനം മൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പല സ്ഥലത്തും പഠിപ്പിക്കുന്നുണ്ട്, ഒന്നുമില്ല. മൈൻഡ് കൺട്രോളാണ്. മൈൻഡിനെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കണ്ണടച്ച് ചെയ്താൽ ആർക്ക് വേണമെങ്കിലും സാധനം മൂവ് ചെയ്യുകയോ സാധനം വളയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്ലാർവയൻസ്, ക്ലാർ ഓഡിയൻസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം വാസ്തവമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതെന്തോ കുട്ടിച്ചാത്താൻ സേവ, ഒടിയൻ സേവ, ആ ഭാഗത്തോട്ട് പോകരുത്, വലിയ പ്രശ്നമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് 2 കാറ്റഗറി ആൾക്കാരേ ഉള്ളൂ, അറിവുള്ളവനും അറിവില്ലാത്തവനും. ഞാനിത് അന്വേഷിച്ച് പോയ കൂട്ടത്തിൽ എനിക്കൊരു പുസ്തകത്തിൽ നിന്നും കിട്ടിയില്ല. ഞാൻ പലരെയും ഇൻ്റർവ്യൂ ചെയ്ത് കണ്ടിട്ടുണ്ട്, വളരെ സിദ്ധിയുള്ള ആൾക്കാരെ. ഇപ്പോൾ ഒരു ശ്രീധരൻ സ്വാമി, അങ്ങേരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അങ്ങേര് തിരുവനന്തപുരത്ത് നിന്ന് ഒരു 40-50 കിലോമീറ്റർ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്കാണ്. ഇതുപോലെ ആരോ പറഞ്ഞ് അങ്ങേര് സ്വർണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ഒരു ദിവസം അവിടെ ചെന്നു, അങ്ങേരോട് സംസാരിച്ചു. 1.5 മണിക്കൂർ സംസാരിച്ചു. സ്പിരിച്വാലിറ്റിയൊക്കെ സംസാരിച്ചു. പക്ഷേ ഈ സ്വർണം പ്രത്യക്ഷപ്പെടുത്തലൊന്നും അങ്ങേര് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ തിരിച്ചു പോന്നു. ഒരാശ്രമമുണ്ട്, ഒരു അമ്പലമുണ്ട്. അപ്പം നമുക്ക് അന്ന് അതൊന്നും മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആലപ്പുഴയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പാണ്, പുള്ളി യാദൃച്ഛമായിട്ട് എൻ്റെ നമ്പർ എടുത്ത് വിളിച്ച് പുള്ളി ശ്രീധരസ്വാമിയെക്കുറിച്ച് പറഞ്ഞു. ഭയങ്കര പവർഫുള്ളാണ്,
അങ്ങേര് പ്രാർത്ഥിച്ചപ്പം അവിടെയുള്ള ഡിവോട്ടീസിൻ്റെ കയ്യിലെല്ലാം സ്വർണ്ണ നാണയം വന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിച്ചു, എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ കയറി നോക്കി, വെബ്സൈറ്റ് കിട്ടി. അപ്പം ഇതിനിടയ്ക്ക് ആ ഫ്രണ്ട് എനിക്ക് നമ്പർ അയച്ചു തന്നു. അപ്പോൾ പുള്ളി ഫോണിൽ കൂടെ ഒക്കെ സംസാരിച്ചിട്ടുണ്ട്, പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാൻ നമ്പർ എടുത്ത് വിളിച്ച്, അപ്പം കുറച്ച് പുള്ളിയുടെ ഓട്ടോബയോഗ്രഫി ഉണ്ട്, അപ്പം അത് വിളിച്ച് പറഞ്ഞപ്പോൾ ബുക്ക് അവിടെ നിന്ന് കോട്ടയത്തു നിന്ന് അവരയച്ചിട്ടുണ്ട്. ഇന്നോ നാളെ ബുക്ക് മിക്കവാറും വരും. അപ്പം എന്താണ് ഈ സ്വർണം പ്രത്യക്ഷപ്പെടുത്താൻ പറ്റുമ്പോൾ ശങ്കരാചാര്യർ ചെയ്തിട്ടുണ്ട്. അതിനൊരു ശ്ലോകം തന്നെയുണ്ട്. ഞാൻ അതൊന്നും പേരൊന്നും പറയുന്നില്ല, ഞാൻ പറയാൻ വരുന്നത് അപ്പം ഇതൊക്കെ സാധ്യമാണ്. ഇത് സാധിക്കത്തില്ല എന്ന് ആരാ പറയുന്നത്? ഷിർദി സായി ചെയ്തിട്ടുണ്ട്, സത്യസായി ചെയ്തിട്ടുണ്ട്, ബാബാജി ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ആത്മീയത എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ്, അത്രേ ഉള്ളൂ കാര്യം. അപ്പം ഞാനിത് കണ്ടിന്യൂഷനാണ് എന്ന് പറഞ്ഞാൽ നമ്മളിനി ഈ ചാനലിൽ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ചെയ്യാനുണ്ടെന്ന്. മലയാളത്തിൽ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് ഇപ്പോൾ വന്നുകൊണ്ട് മാത്രം ഞാൻ വിചാരിച്ച് ഒരു ടോപ്പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കുക തന്നെ 10-30 വർഷമായിട്ട് എൻ്റെ ക്ലാസ്സുകളിൽ പറയുന്നൊരു കാര്യമാണ്, ചെടികൾക്ക് ജീവനുണ്ട്. അത് റിസർച്ചിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ചെടികൾ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ജനലിൻ്റെ അടുത്ത് മ്യൂസിക് സ്ഥിരമായിട്ട് വെക്കും. ആ ചെടിക്ക് ഭയങ്കരമായ വ്യത്യാസമാണ് ബാക്കി ചെടികളിൽ നിന്ന്. അപ്പോൾ ചെടികൾക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റും. ഇനി ഞാൻ വേറെയും ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, കായ്ക്കാത്ത ചെടികൾ നമ്മൾ സംസാരിച്ചാൽ കായ്ക്കും. അതൊക്കെ എല്ലാവർക്കും അനുഭവമുള്ള കാര്യങ്ങളാണ്. ഇനി ആർക്കെങ്കിലും അനുഭവം ഇല്ല എന്ന് വിചാരിക്കുക, സ്വന്തം വീട്ടിലൊരു ചെടിയുടെ അടുത്ത് പോയി ഒന്ന് സ്നേഹപൂർവ്വം അതിനെ ഒന്ന് തൊട്ട് നോക്കി, അതേ സ്ഥലത്തുള്ള മറ്റു പൂവിൽ പുഷ്പവും ഇതും തമ്മിലൊന്ന് എടുത്ത് നോക്കി, ഇതെങ്ങനെ സംഭവിക്കും? ഇതാണ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. മറ്റേത് തിയറിയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പം ഞാനിത് റിസർച്ച് എടുത്ത് നോക്കിയപ്പോൾ 1968 ഇതിൻ്റെ റിസർച്ച് ഫസ്റ്റ് സക്സസ്ഫുള്ളായിട്ട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മളീ എന്താണ് പറയുന്നത്, ക്രിമിനൽസിനെ പിടിച്ചു കഴിയുമ്പോൾ ഇവർ സത്യം പറയത്തില്ലല്ലോ. അപ്പോൾ പോളിഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ടെസ്റ്റുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിലൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ അഭയ കേസിലൊക്കെ അത് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെർമിഷൻ ഇല്ലെങ്കിൽ കോടതി സമ്മതിക്കുക, അതിൻ്റെ ലീഗൽ പോയിൻ്റുകൾ. അപ്പം ഇത് റിയാക്ഷൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ ടെസ്റ്റ് നടത്തിയിട്ട് ആ ടെസ്റ്റ് നടത്തിയ ഒരാൾക്ക് തോന്നി ഇത് നമുക്ക് ചെടികളൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അങ്ങനെ പുള്ളി ഡ്രാഗൺ ഫ്രൂട്ട് ട്രീയിൽ ഇത് ചെയ്തപ്പോൾ വലിയൊരു വ്യത്യാസം അതിനകത്ത് കാണിക്കുന്നില്ല. പുള്ളി ചെടിയെ ആക്രമിക്കാൻ ചെല്ലുന്ന പോലെ പുള്ളി ആക്ട് ചെയ്ത് നോക്കി. അപ്പം നോക്കിയപ്പോൾ വേരിയേഷൻ ഡിഫറെൻ്റായിട്ട് വരുന്നുണ്ട്. അതോട് ആ റിസർച്ച് പ്രൂവ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് നമ്മൾ പറയുന്നതും നമ്മുടെ റിയാക്ഷനും, അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ വാക്കല്ല ആക്ച്വലി. നമ്മൾ ഈ ചെടിയെ ആക്രമിക്കുക എന്ന് പറയുന്നത് നമ്മളിലുള്ള ഒരു ഫീലുണ്ടല്ലോ, ഒരു എക്സ്പ്രഷൻ, അതാണത് പിടിക്കുന്നത്. അവിടെ നിന്നും ഇത് അഡ്വാൻസ് ചെയ്ത് പോയി. പിന്നൊരു റിസർച്ചിൽ ഒരാൾ ദൂരെ സ്ഥലത്തിരുന്നിട്ട് അയാളുടെ വീട്ടിലെ ചെടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ചെടി റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈമും സ്പേസും ഇല്ല. അപ്പോൾ കോൺഷ്യസ്നെസ്സാണ് ബോധം. ചെടിക്ക് ബോധമുണ്ട്. ഇതാണ് ഈ ചാനലിൽ നിരന്തരം പറയുന്നത്. ഏതാ? ഫ്രം മിനറൽ ടു പ്ലാന്റ്, പ്ലാന്റ് ടു ആനിമൽ, ആനിമൽ ടു ഹ്യൂമൻ ബീങ്. ധാതുക്കളിൽ നിന്നും ഒക്കെ സയൻസാണ്. ചെടിയുണ്ടായി, ചെടിയിൽ നിന്നും മൃഗമുണ്ടായി, മൃഗത്തിൽ നിന്നും മനുഷ്യനുണ്ടായി. അതിനെ ഡാർവിനും പറയുന്നത്. പക്ഷേ ഈ പരിണാമത്തിൽ സംഭവിച്ചതിനകത്ത് ആ കോൺഷ്യസ്നെസ് അവിടെ തന്നെ നിലനിൽക്കുകയാണ്. ആ കോൺഷ്യസ് നിലനിൽക്കുകയാണ്. എല്ലാവരും മിനറലിൽ നിന്ന് പ്ലാന്റിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നില്ല. മനുഷ്യനെ പോലെ മനുഷ്യനും മറ്റ് ലോകങ്ങളിൽ മനുഷ്യനും എല്ലാവരും കടക്കുന്നില്ല. വളരെ ചുരുക്കം പേരെ കടക്കുന്നുള്ളൂ.
അപ്പം ഈ ബോധം ഇതിലെല്ലാം ഉണ്ട്. നമുക്ക് ചുറ്റും ഇതിങ്ങനെ ഉണ്ടെന്ന് പറയുമ്പം ആത്മീയത പറയുന്നവരാകെ ചെയ്യുന്നെന്താ? വേണേ മനുഷ്യന് അന്നദാനം കൊടുക്കും, മനുഷ്യന് സഹായിക്കും, പൈസ കൊടുക്കും, ആണല്ലോ. ചെടികളോട് നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താ? നടന്നു പോയാൽ വേണമെങ്കിൽ 4 ഇല പറിച്ചിടും, അല്ലെങ്കിൽ ചെടിക്ക് ഭംഗി ഉണ്ടാക്കാൻ 4 സൈഡും മുടി വെട്ടുന്നതാണൊക്കെ ക്രാപ്പ് ചെയ്യും. എന്തിനാ? നമ്മുടെ വീടിൻ്റെ ഗാർഡൻ്റെ സൗന്ദര്യത്തിനാണ്. ചെയ്യുന്നത് എന്തോ? നമ്മൾ വയലൻസ് അല്ലേ ചെയ്യുന്നത്? വയലൻസ് അല്ലേ ചെയ്യുന്നത്? തിയോസഫിയിൽ ബുക്കുണ്ട്, ഞാനൊരു സ്ഥലത്തും വേറെ കണ്ടിട്ടില്ല. തിയോസഫിയിൽ ബുക്കുണ്ട്, ഈ പ്ലാന്റ്സിനെ കുറിച്ചും വാട്ടറിനെ കുറിച്ചും അതിൻ്റെ ദേവതകളെക്കുറിച്ചും അവർ പടം വരച്ച് ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ലോകത്ത് വേറെ ആരും ബുക്ക് ഇറക്കിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ റിസർച്ച് ഔട്ട്പുട്ടാണ്. പണ്ട് പുസ്തകം വേണ്ട, ഇന്ന് ഓൺലൈനിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, പ്ലാൻ കോൺഷ്യസ്നെസ് എന്ന് അടിച്ചു നോക്കിയാൽ മതി. ഇഷ്ടം പോലെ റിസർച്ച് ഉണ്ട്, ഇഷ്ടം പോലെ. നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ല, വീട്ടിലൊരു മുരിങ്ങ ഉണ്ടായിരുന്നു, അത് കായ്ക്കത്തില്ലായിരുന്നു. വീട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മെയിലാണ് എന്ന് പറഞ്ഞാൽ അത് കായ്ക്കത്തില്ല. അത് 1 വർഷം കായ്ച്ചു. കാര്യം എന്തോ? അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇത് ഒബ്സർവർ എഫക്റ്റാണ്, ക്വാണ്ടം ഫിസിക്സിലുള്ള സാധനമാണ്. 1940 കാര്യമാണ്. നമ്മളൊരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഏതാ? ഒരു വേവ് ഇങ്ങനെ പോകുമ്പോൾ അതിനൊരു പാറ്റേൺ ഉണ്ട്. പക്ഷേ നമ്മൾ കണ്ടാൽ, നമ്മളതിനെ ഒബ്സർവ് ചെയ്താൽ സ്പ്ലിറ്റ് ചെയ്യും. ഇത് പ്രൂവ്ഡാണ്. അപ്പം ഇത് നമ്മളും ഇതുമായിട്ട്, നമ്മളെല്ലാമായിട്ട് കണക്റ്റഡാണ്. ഇത് ക്വാണ്ടം ഫിസിക്സിൽ ഈ ചാനലിൽ ഇനി ഞാൻ പറയാൻ ബാക്കിയില്ല. ഞാൻ പല ലെവലിൽ പല ബുക്കിൽ നിന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെയും പറയുന്നത് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്. എന്തുവാണ് എൻറ്റാങ്കിൾമെൻറ്റ്? നമ്മളെല്ലാം കണക്റ്റഡാണ്. ഇവർ പറയുന്നത് എന്തോ? ആകെ ലവ്, സ്നേഹിക്കൂ, അൺകണ്ടീഷണൽ ലവ്. നമുക്കൊരു ചെടിയെ അൺകണ്ടീഷണലായിട്ട് ലവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാര്യം എന്താ? 4 തെങ്ങുണ്ട്, 2 തെങ്ങ് നല്ലവണ്ണം കായ്ക്കുന്നുണ്ട്, 2 എണ്ണം കായ്ക്കുന്നില്ല. നമുക്ക് ഇതിനോടാണ് ലവ് നമുക്കില്ല. പിന്നെ നമുക്ക് കാതരുന്ന ഇതിനെ നമുക്ക് ഒരു താല്പര്യം കാണും, ഇത്രയേ ഉള്ളൂ. മറ്റേതിനെ മനസ്സുകൊണ്ട് പ്രാവും. ഇതാണ് ചെയ്യുന്ന പരിപാടി. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെന്താ ചെയ്യുന്നത്? വയലൻസാണ്. ഇതിനല്ലേ വയലൻസ് ഇസ് ഇൻസൈഡ് എന്ന് പറയുന്നത്. യു ആർ ദ വേൾഡ്. ഇതൊക്കെ തിയറി, ജിത്തു കൃഷ്ണമൂർത്തിയുടെ തിയറിയും പഠിച്ച് വലിയ പ്രഭാഷണം നടത്തി പുസ്തകം ഇറക്കിക്കൊണ്ട് ഒരു കാര്യവുമില്ല. അതിനെ അടുത്ത വീട്ടിൽ മാസ്റ്റർ പറയുന്നത്, ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇത് ജീവിക്കാനുള്ളതാണ്. ഇത് പ്രഭാഷണം നടത്തുന്നതല്ല. ഇൻ്റലക്ച്വൽ സെൻസേഷൻ. എൻ ശ്രീറാം പറഞ്ഞാണ് ഇൻ്റലക്ച്വൽ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു പ്രഭാഷണം നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം. കാര്യം എന്താ? കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഇതാണ് നടക്കുന്നത്. ഇവിടുത്തെ സ്കൂളും കോളേജിലും ഒക്കെ അധ്യാപകൻ പഠിപ്പിക്കുന്നു, കുട്ടികൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ പഠിച്ച കാലം. ഇത് കറക്റ്റ് ചെയ്യാനാണ് ഞാൻ അധ്യാപകനായത്. എൻ്റെ കുട്ടികൾക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല. വളരെ ചുരുക്കം പേർക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. അവിടെയും ഞാൻ മനസ്സിലാക്കി എന്താ പറയുക, ഒരു കാര്യം ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ വിചാരിക്കണം. എന്തിന് പഠിക്കണം? പഠിച്ചിട്ട് എന്ത് കിട്ടാൻ? ആ സച്ചിൻ ടെണ്ടുൽക്കർ എന്ത് പഠിച്ചു? ഈ തോട്ടുള്ള കുട്ടിക്ക് ഒന്നും തലയിൽ കയറത്തില്ല. നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് വെക്കാതെ ഒരു സാധനം ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരത്തില്ല. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞത് എല്ലാ ജീവജാലങ്ങൾക്കും കോൺഷ്യസ്നെസ് ഉണ്ട് എന്ന് ക്വാണ്ടം ഫിസിക്സിൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ്, ക്വാണ്ടം ജമ്പിങ്, ക്വാണ്ടം ഹീലിംഗ്. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രെഗ് ബ്രാൻഡൻ എന്ന് പറയുന്ന, എല്ലാവരും കാണണം, ഗ്രെഗ് GREGBARADN, ഗ്രെഗ് ബ്രാൻഡൻ്റെ ഇതിൽ ഹീലിംഗ് കാണിക്കുകയാണ്. ഏതാ? ഇങ്ങനെ സ്കാൻ ബാക്കിൽ സ്ക്രീൻ വെച്ചേക്കാണ്, മെഡിക്കലുകാരിങ്ങനെ നോക്കുകയാണ്. ഒരാൾക്കൊരു അസുഖമുണ്ട്, ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് 2.5 മിനിറ്റ് കൊണ്ട് ആ സാധനത്തിനെ റിമൂവ് ചെയ്യുന്നു ബോഡിയിൽ നിന്ന്. ലൈവായിട്ടാണ്. പിന്നെ ടിബറ്റാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം. ഈ അദ്വൈത മാസ്റ്ററിനകത്ത്
എന്തുവാണ് സംഭവിച്ചത്? ഉറക്കത്തിലിരുന്ന ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ആസ്ട്രൽ ബോഡി ഇവിടെ നിന്ന് ടിബറ്റിൽ കൊണ്ടുപോയി. ആ ടിബറ്റിലെ മൊണസ്ട്രി ഇന്നും ഉണ്ട്. ആർക്ക് വേണമെങ്കിലും അവിടെ പോയി ആ മൊണസ്ട്രി ചെല്ലാൻ പറ്റും. അവിടെ പോയി ഈ ബ്ലവസ്കിയും ടിബറ്റിൽ വന്നിട്ടാണ്, ആ മൊണസ്ട്രി വന്നിട്ടാണ് ഇനിസിയേഷൻ കിട്ടുന്നത്. ഇതൊന്നും ആരും പറയത്തില്ല, ഒരാളും പറയത്തില്ല. അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ ഇനി ഇത് ഈസോർട്ടിക് ആയതുകൊണ്ടാണോ നമുക്കറിഞ്ഞില്ല. ഇതാണ് സത്യം. ഇതേപോലെ നമ്മൾ മന്ത്രവും തന്ത്രവും പറയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാം? നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആസ്ട്രൽ ബോഡിയിലേക്ക് കടന്ന് നമ്മൾ ഏത് രൂപത്തിനെയാണോ നമ്മൾ മനസ്സിൽ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കണക്റ്റാവും. കണക്റ്റാവുമ്പോൾ ആ എനർജി നമ്മളിലേക്ക് വരും. ഇതിലൊരു അത്ഭുതമില്ല, ഒരത്ഭുതവും. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ ഡിഗ്രി PhD ആണ് എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ എത്ര പേര് PhD എടുക്കുന്നുണ്ട്? എന്താണ് നമ്മുടെ വ്യൂ? എന്തിനേത് എടുക്കുന്നത്? പ്രിൻസിപ്പളാണ്. ശരി, എനിക്ക് പ്രിൻസിപ്പളാവണ്ട, പിന്നെന്തിനാ? ആദ്യം ഇൻക്രിമെൻ്റ് കിട്ടും, പൈസ വേണ്ട, പിന്നെന്തിനാ? അല്ല, അത് സെർച്ച് ഫോർ ട്രൂത്താണ്. എന്ന് പറഞ്ഞാൽ ഒരു സത്യം അന്വേഷിക്കണമെങ്കിൽ നമുക്കൊരു ഹൈപ്പോത്തസിസ് വേണം. ആ ഹൈപ്പോത്തസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ദൈവത്തെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റും. ഇതാണ് ഹൈപ്പോത്തസിസ്. ഈ പറ്റും എന്ന് ഞാൻ പറയുന്നത് എൻ്റെ റിസർച്ച് ഔട്ട്പുട്ടാണ്. അതേപോലെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും അവരെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. പിന്നെ അടുത്ത ചോദ്യം, എന്ത് കിട്ടും? അതൊക്കെ ഓരോരുത്തരും റിസർച്ച് ചെയ്ത് അവരവർ കണ്ട് എന്ത് വേണോ അത് ഇതിനകത്ത് കിട്ടും. കിട്ടാനല്ല, നമ്മളല്ലേ അത്. അപ്പം പിന്നെ നമുക്ക് ആര് തരാൻ? നമ്മൾ തന്നെയാണ് അത് കൊടുക്കേണ്ടതും വാങ്ങിക്കേണ്ടതും. അതാണ് ഇവർ പറയുന്നത്, ഐ ആം ദറ്റ് തത്വമസി എന്നൊക്കെ പറയുന്ന സാധനം. ഇത് മൊത്തത്തിൽ കേൾക്കണം. അപ്പം എൻ്റെ ഈ ഒരു ടോക്ക് കേട്ടിട്ട് കാര്യമില്ല. ചാനലിൽ ചെന്ന് വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഒരു 200-250 വീഡിയോസുണ്ട്. എന്തൊക്കെ ടോപ്പിക്ക് ചെയ്തതൊന്നും എനിക്ക് ഓർമ്മയില്ല. കാര്യം എന്ന് വെച്ചാൽ അതാത് സമയത്ത് എനിക്ക് വരുന്ന ഡൗട്ട് ഞാൻ പലരോടും ചോദിക്കും. ഒരു ഉത്തരം കിട്ടാതെ വരുമ്പം ഞാനത് റിസർച്ച് നടത്തി ഔട്ട്പുട്ടിനകത്ത് പബ്ലിഷ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഈ മേഖലയിൽ താല്പര്യമുണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാര്യം ഈ കമൻറ്റിൽ നിന്നാണ് ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാൻ ഒരു കമൻറ്റിൽ നിന്നാണ് മലയാളത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് ചെയ്തത്. എൻ്റെ ഒരു റീഡിങ്ങും ഇതെല്ലാം ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് മലയാളം ഞാൻ ചെയ്യാത്തത്. പിന്നെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ വലിയ പ്രൊണൗൺസിയേഷനോ ഒന്നും ഗ്രാമറോ ഒന്നും കാണത്തില്ല. അപ്പം ഓക്കെ, താങ്ക് യു.